Hi, hello friends. Welcome to the new section of Almost PC channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രോഗത്തെ പറ്റിയാണ് കേട്ടോ. രോഗം ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പി സി ഭയങ്കര പഞ്ചാരപ്രിയനാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്ന് വെച്ചാൽ ഈ പ്രമേഹം എന്ന വില്ലനെ പറ്റിയാണ് പല പി എസ് സി ടെസ്റ്റുകളിലും പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, പാൻക്രിയാസിലെ ചിതറിക്കിടക്കുന്ന കോശസമൂഹം, അതിന് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. അതിനകത്ത് 2 കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് നോർമലായിട്ട് 70 to 110 mg ആണ്. എന്നിട്ട് ഇനി അടുത്തത് പറയാനുള്ളത്, രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുമ്പോൾ എന്താണ് പുറപ്പെടുവിക്കുന്നത് ശരീരം? ഇൻസുലിൻ പുറപ്പെടുവിക്കും. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഗ്ലൂക്കഗോൺ ശരീരം പുറപ്പെടുവിക്കും. ഇനി പിന്നെ പറയാനുള്ളത് ഡയബറ്റസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ്. അതായത് നമ്മുടെ യൂറിനിൽ കൂടെ ജലം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അതിന് പറയുന്ന പേരാണ് എന്താ? ഡയബറ്റസ് ഇൻസിപ്പിഡസ്. ഇനി പറയാനുള്ളത്, ഇതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയാണ്. ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷകളിലും ചോദിക്കുന്നതാണ്, നവംബർ 14. നവംബർ 14 എന്താണ്? ശിശുദിനമല്ലേ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താണ്, ഡയബറ്റിക്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മിഠായി ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം നവംബർ 14 ശിശുദിനം, മിഠായി, ഇതൊക്കെ കണക്ട് ചെയ്യുക. മിഠായി എന്താണ്? സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ജുവനൈൽ ഡയബറ്റസ്, ടൈപ്പ് 1 ഡയബറ്റസ് വരുന്ന കുട്ടികൾക്ക് വേണ്ടി സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നൊരു പദ്ധതിയാണ് ഈ മിഠായി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ലോഗോ? ഇതിനൊരു ലോഗോ ഉണ്ട്, ബ്ലൂ സർക്കിൾ, നീലവൃത്തം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? ബീറ്റ കോശങ്ങളെ T ലിംഫോസൈറ്റുകൾ നശിപ്പിക്കുന്നതാണ് അതിൻ്റെ കാരണം. ഇനി ടൈപ്പ് 2 ഡയബറ്റസ് ആണെങ്കിലോ, ടൈപ്പ് 2 ഡയബറ്റസ് ഒരു ജീവിതശൈലി രോഗം മാത്രമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. Please like, share and subscribe.